ഈ വിജിയുടെ ഇത്രയധികം ഒരു മോഷണ കുറ്റത്തിന്റെ പിന്നിലെ രഹസ്യം പുറത്തു കൊണ്ടുവന്ന ഒരു ടീച്ചറാണ്. പ്രത്യേകിച്ച് ടീച്ചർ മുൻകൈയെടുത്താണ് അല്ലെങ്കിൽ കേസ് കൊടുത്താണ് ഇങ്ങനെയുള്ള ഈ രഹസ്യം പുറത്ത് കൊണ്ടുവരാൻ ഒരു സാഹചര്യം ഒരുക്കിയത്. എന്തുകൊണ്ടാണ് വിജിയിൽ ഇത്രയധികം സംശയം തോന്നുന്നത്? കാരണം എങ്ങനെയായിരുന്നു? അത് വിജിയുടെ ഡ്രസ്സിങ്ങും ആദ്യകാലത്ത് വിജി തീരെ പാവപ്പെട്ട രീതിയിൽ വന്നു. അത് കഴിഞ്ഞപ്പം കൈ നിറച്ച് മോതിരവും കാലയിലെ മിഞ്ചി പാദസ്വരം 10 പവന്റെ മാല ഇതെല്ലാം കണ്ടപ്പം ഞാൻ തന്നെ ചോദിച്ചു. 10 പവന്റെ മാല കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കൊച്ചമ്മയുടെ അരിഞ്ഞാണല്ലേ? ഓ അല്ല ടീച്ചറമ്മേ, എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ അമ്മ തന്നതാ. ഇതേ കണ്ടില്ലേ, ഇതേല് താലി കിടക്കുന്ന താലിയുള്ളതാണോ കൊച്ചമ്മയുടെ അരിഞ്ഞാണം? ഞാൻ കൊച്ചമ്മയോട് അന്നേരം ചോദിച്ചു. കൊച്ചമ്മയ്ക്ക് അരിഞ്ഞാണം ഇല്ലായിരുന്നു. ഈ ഇവിടുത്തെ മക്കൾക്കൊക്കെ അരിഞ്ഞാണം ഉണ്ടെന്നുള്ള വിവരം എനിക്ക് അറിയായിരുന്നു നേരത്തെ. അപ്പൊ കൊച്ചമ്മ പറഞ്ഞു, അതെന്റെ അരിഞ്ഞാണെന്ന് തോന്നുന്നില്ല, എല്ലാം ഇവക്ക് അനുകൂല കൊച്ചമ്മയാന്നൊക്കെ പറയുള്ളായിരുന്നു. കൊച്ചമ്മയ്ക്ക് അവളെ അതുപോലെ കാര്യമായിരുന്നു. ഡ്രസ്സെന്ന് പറഞ്ഞാൽ അവളുടെ ചെരുപ്പ് തന്നെ ഒരു 1500 രൂപ 2000 രൂപയുടെ ചെരുപ്പുകൾ അവളിടുന്നു. അല്ല ചുരിദാർ മെറ്റീരിയൽസ് വാങ്ങിച്ച് അത് വളരെ ടോപ്പുള്ള 4000 5000 രൂപയുടെ ചുരിദാറാണ് വീട്ടിൽ കൂടെ തന്നെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും സംശയം വന്നു. ഞാൻ സായിപ്പ് വന്നപ്പോ ഇത് സായിപ്പിനോട് ചെറുതായിട്ട് സൂചിപ്പിച്ചു. പുള്ളിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അന്ന് തന്നെ സായിപ്പ് ഇവളെ വെളിയിലാക്കാനായിട്ട് തീരുമാനിച്ച. പക്ഷെ കൊച്ചമ്മ അവൾ അതുപോലെ സ്വാധീനിച്ച് വശത്താക്കിയ കാരണം കൊച്ചമ്മ എന്നും ഇവക്ക് സൈഡായിരുന്നു. നമ്മൾ എന്നാ പറഞ്ഞാലും ഈ പണിക്കാർ, ഇവിടെയുള്ള പണിക്കാരെ എനിക്കും പണിയാൻ വരുന്നുണ്ട്. അവര് വന്ന് പറഞ്ഞാൽ തന്നെയും കൊച്ചമ്മ എന്നോട് പറയുമ്പം ഞാൻ കൊച്ചമ്മോട് കാര്യങ്ങൾ പറഞ്ഞ കൊച്ചമ്മ അത് ഒട്ടും ഗണ്യമാക്കാതെ വിട്ടുകളഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായി തീരാനായിട്ടിടയായത്. അത് കഴിഞ്ഞ് ഇവര് അങ്ങ് പാരീസിൽ പോയിച്ച് സായിപ്പ് അവിടുന്ന് എന്നെ വിളിച്ച് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കൈകാര്യം ചെയ്യണം, അതിന് റോസ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സഹായിക്കാം, കൊച്ചമ്മ തിരിച്ചു വരട്ടെ, തിരിച്ചു വന്നിട്ട് നമുക്ക് ഇതിന്റെ പ്രൊസീഡിയർ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങയുടെ വിചാരം ഇരുന്ന് മനോരമയ്ക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് അവര് ഏജൻസിയെ വെച്ച് തിരക്കട്ടെന്നായിരുന്നു. അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കേസ് ആയതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ്, എന്റെ ഒരു സ്റ്റുഡന്റും വേറെ ഒരാളും കൂടെ ചേർന്നതാണ്. അതുകൊണ്ട് അവരെ നിയോഗിച്ച് അവര് മുഖാന്തരം ഇതെല്ലാം കൈകാര്യം ചെയ്തത്. വിജിയെ കണ്ടെത്താനുള്ള അന്വേഷണം കോട്ടയത്തുള്ള പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏൽപ്പിച്ചു. ഇതിനിടയ്ക്ക് പോലീസ് അന്വേഷണത്തിൽ അലംഭാവം കാട്ടുകയാണെന്ന ആരോപണം ശക്തമായി. ഡിറ്റക്റ്റീവ് ഏജൻസി വിജിയുടെ ഒളിത്താവളം കണ്ടെത്തി പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് വിജിയെ ചേർത്തലയിലുള്ള വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ പരാതിക്കാര് നമ്മോട് ആവശ്യപ്പെട്ടത്, പരാതി കൊടുക്കുന്നതിന് മുമ്പേ, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതിന് മുന്നേ ഈ സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ അഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ അവർ താമസിക്കുന്ന ലൊക്കേഷൻ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇതെല്ലാം നശിപ്പിച്ചിട്ടാണ് ഈ ഹോം നേഴ്സ് വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സും അവരുടെ ഒരു ഫോട്ടോ എങ്കിലും ഒന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരാതിക്കാർ നമ്മളെ സമീപിച്ചത്. ഞങ്ങൾ അതിന്റെ ഇതുവരെ കണ്ടെത്തലിൽ ഹോം നേഴ്സ് ഇത് മോഷിച്ചെന്നുള്ള ഒരു തെളിവ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മിക്കവാറും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 75 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും അതുകൂടാതെ മാസം 3 ലക്ഷം രൂപ വെച്ചും പല പ്രാവശ്യമായിട്ട് അവൾ ഈ ഹോം നേഴ്സ് കയ്യിലാക്കിയിട്ടുണ്ടെന്നാണ് കണക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു തെളിവുകൾ മിക്കവാറും ഞങ്ങൾക്ക് അറിയാവുന്നതെല്ലാം പോലീസിനോട് പരാതിയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൽ ഹോം നേഴ്സ് ഒരു പ്രതി ആകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞങ്ങളുടെ കണ്ടത്. പോലീസ് വിജിയെ തെളിവെടുപ്പിനായി ബാങ്കിലും ജോലി ചെയ്തിരുന്ന വീട്ടിലുമൊക്കെ കൊണ്ടുവന്നു. 1 ലക്ഷം രൂപ വില വരുന്ന പറമ്പിലെ തടി മുതൽ 30 ലക്ഷത്തോളം വില വരുന്ന വജ്രാഭരണങ്ങൾ വരെ വിജി മോഷ്ടിച്ച് കടത്തിയതായി വീട്ടുടമ പോലീസിനോട് പറഞ്ഞു. ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപയാണ് വിജി ഇവിടുന്ന് മോഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ വിനിയോഗപ്പെടുത്തിയിരിക്കുന്നത്. 1.5 മാസം കൊണ്ട് 93 ലക്ഷം രൂപ അവൾ ചെലവാക്കി. 93 ലക്ഷം രൂപ കൊണ്ട്. അത് കുറെയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് വീടിന്റെ ഓരോന്നിനായിട്ട്. അപ്പൊ ഇത്രയധികം പൈസയൊക്കെ ചെലവാക്കുമ്പോഴും കൊച്ചമ്മയോട് ചോദിക്കുമായിരുന്നോ?
എന്ന് വെച്ചാൽ ഒരുപാട് വർക്കുണ്ടായിരുന്നു ഇവിടെ. ആ കുഴിയൊക്കെ നിർത്തി, പിന്നെ അതിന് 8 ലക്ഷം രൂപ, പിന്നെ റോഡ് നിർത്താൻ 2 ലക്ഷമായി, പിന്നെ അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഉണ്ട്, പട്ടിക്കൂടൊക്കെ ഉണ്ടാക്കാനുള്ളത്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച കാര്യമൊന്നും കൊച്ചമ്മ അറിഞ്ഞില്ല? ഏത് കാര്യ? സ്വന്തം വിജി സ്വന്തമായിട്ട് പൈസ ഇവിടുന്ന് മാറ്റിയ കാര്യമൊന്നും അറിയുന്നില്ല. എല്ലാം അവിടെ കയ്യിലായിരുന്നു. അങ്ങനെ അവള് പതുക്കെ എടുത്ത് മാറ്റി. ഇതെപ്പോഴാ കൊച്ചമ്മ അറിയുന്നു ഇത്രയധികം പൈസ കാണുന്നില്ലെന്നുള്ള കാര്യം എപ്പോഴാ അറിയുന്നത്? അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നു. ആരെങ്കിലും വന്ന് പറഞ്ഞതാണോ അതോ കൊച്ചമ്മ? എല്ലാരും പറഞ്ഞു എന്തൊരു ചെലവാക്കിയിരിക്കുന്നത്, ഇതിന് മാത്രമൊന്നും ചെലവാക്കിയിട്ടില്ലെന്നോ. വിജി പോലീസ് പിടിയിലാകുമ്പോൾ 7 മാസം ഗർഭിണിയുമായിരുന്നു. റേച്ചലിന്റെ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ മൂല്യമുള്ള യൂറോ കറൻസികൾ വിജി തട്ടിയെടുത്തതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. 15 മാസത്തിനകം 90 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും പിൻവലിച്ചതായും പറയപ്പെടുന്നു. ഈ തുക എന്തിന് വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ച് അറിവായിട്ടില്ല. അറുത്തുങ്കൽ പ്രദേശത്ത് ലക്ഷങ്ങൾ ചെലവിട്ട് വീടും വസ്തുക്കളും വിജി വാങ്ങിക്കൂട്ടിയതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. അവള് ഡയമണ്ട്സ് മോഷ്ടിച്ചെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവള് ഇപ്പം താമസിച്ച വീട്ടുടമ ഇത് നേരി കണ്ടതാ. അവള് ഇതെല്ലാം അണിഞ്ഞൊരുങ്ങി അമ്പലത്തിൽ പോകുക എന്നും പറഞ്ഞ് പോകുന്ന അവിടെ കൈ നിറച്ച് റൂബിയുടെ വളയും വെള്ളവളയും ഡയമണ്ട്സിന്റെ. അപ്പൊ അത് മുക്കിന്റെ ആണെന്ന് അവള് പറഞ്ഞു കേൾപ്പിച്ച അവരോട്. പക്ഷെ അവർക്ക് ഇച്ചിരി വെൽറ്റിടുക. അതുകൊണ്ട് അവർക്ക് ഒറിജിനൽ കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഇന്ദ്രനീലത്തിന്റെ മോതിരവും എല്ലാം അവൾ ഇട്ടുകൊണ്ട് അന്ന് ഇവക്ക് എന്തോ അറിവ് എവിടുന്നോ കിട്ടി, ഇൻഫർമേഷൻ കിട്ടിയ അനുസരിച്ച് അവള് ഒരു ബാഗ് നിറച്ച് സ്വർണം ഉണ്ടായിരുന്നെന്നാ പറഞ്ഞു. അല്ലാതെ കഴുത്തിലും കയ്യിലും എല്ലാം ഇട്ടുകൊണ്ടാ പോയത്. അത് അവനെ കൈകാര്യം ചെയ്താലേ, ബിജു എന്ന് പറഞ്ഞ ഇവൻ ഭർത്താവിനെ കൈകാര്യം ചെയ്താലേ ഇത് പുറത്തു വരത്തുള്ളൂ. ഹോം നഴ്സ് ചുരുങ്ങിയ നാൾ കൊണ്ട് ഹോം മേക്കറായി മാറിയ കഥയാണ് അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തം മകളെ പോലെ സ്നേഹിച്ച വൃദ്ധയെ ഉറക്ക ഗുളികകൾ നൽകി സ്വത്തുകൾ തട്ടിയെടുത്ത വിശ്വസ്തയായ ഒരു ഹോം നഴ്സിന്റെ പ്രക്രിയകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്ത പവിഴമാല ഒരു തുടക്കം മാത്രം. വരും ദിനങ്ങളിൽ ഹോം നഴ്സിന്റെ ലക്ഷങ്ങളുടെ തിരുമറികളുടെ പിന്നാമ്പുറ സത്യങ്ങൾക്കായി കേരളം കാത്തിരിക്കുന്നു. ഒപ്പം ഞങ്ങളും.